വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയേണമേ, കാരുണ്യമെന്നിൽ ചൊരിയേണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ അകത്തു നൽകിയ ചില സന്ദേശങ്ങൾ പങ്കുവെക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. വേദപുസ്തകം മനുഷ്യന് ധാർമ്മിക പ്രമാണങ്ങൾ നൽകുന്നു. വിശുദ്ധ വേദപുസ്തകം മനുഷ്യന് ആത്മീക നിയമങ്ങൾ നൽകുന്നു. കാലാകാലങ്ങളിലായി മനുഷ്യ സമൂഹത്തിൽ ഉയരുന്ന സകല ചോദ്യങ്ങൾക്കും വിശുദ്ധ വേദപുസ്തകം കൃത്യമായ മറുപടി പറയുന്നു. മനുഷ്യൻ്റെ ഭാവി എന്താണ്? ഇവിടെ രാഷ്ട്രങ്ങൾ ഉയരുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? മരണാനന്തരം ഒരു ന്യായവിധി ഉണ്ടോ? മരിച്ച മനുഷ്യർക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യ സമൂഹത്തെ മതിക്കുന്ന സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം വ്യക്തവും ശക്തവുമായ മറുപടി പറയുന്നു. പാഴ്സികളുടെ മതഗ്രന്ഥമായ സന്തവസ്ഥ, ഇസ്ലാം മതഗ്രന്ഥമായ ഖുറാൻ, ഹൈന്ദവ മതഗ്രന്ഥമായ രാമായണം ഭാഗവതം, ബുദ്ധ മതഗ്രന്ഥമായ ത്രിപീഠികം, സിഖ് മതഗ്രന്ഥമായ ഗ്രന്ഥ സാഹിബ്, ഇങ്ങനെ ശ്രേഷ്ഠമായ സകല മതഗ്രന്ഥങ്ങളെക്കാൾ, മതകാർമ്മികന്മാരെക്കാൾ, മത ആചാര്യന്മാരെക്കാൾ, മതസ്ഥാപകന്മാരെക്കാൾ വിശുദ്ധ വേദപുസ്തകവും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളും സമൂഹത്തിൽ ശ്രേഷ്ഠമാമണ്ണം, ഉന്നതമാമണ്ണം നിലകൊള്ളുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേദപുസ്തകം അതുല്യമായ ദൈവിക പ്രവചനങ്ങളുടെ ഗ്രന്ഥമാണ്. ആത്മനിയുക്തരായ കർത്തൃദാസന്മാർ പ്രവചനാത്മാവിൽ എഴുതപ്പെട്ട ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വരാനുള്ള കാലഘട്ടങ്ങളെക്കുറിച്ചും കൃത്യമായി വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സർവവ്യാപിയും സർവജ്ഞാനിയും നിത്യനും ആയ ദൈവത്തെ സ്ഥലകാല പരിമിതികൾക്ക് അധീനനായ മനുഷ്യന് തൊട്ടുനോക്കി അപഗ്രഥിക്കുവാനോ ഭൗതിക മാധ്യമങ്ങൾ കൊണ്ട് വിശദീകരിക്കുവാനോ കഴിയാതെ വരുമ്പോൾ മനുഷ്യന് ദൈവിക വെളിപ്പാടുകൾ അനിവാര്യമായി വന്നു. മനുഷ്യൻ്റെ ഉള്ളിലുയരുന്ന സകല ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു ദൈവിക മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നാം വായിച്ച വാക്യത്തിൽ സകല മനുഷ്യർക്കും ഒരു ന്യായവിധിയുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകം സകല മനുഷ്യരെയും 2ആയി തരംതിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുവാനുള്ളവർ, അവസാന ന്യായവിധിയായ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഉള്ളവർ. സകല ദൈവമക്കളുടെയും പ്രതീക്ഷയായ കർത്താവിൻ്റെ പുനരാഗമനം സംഭവിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും
ജീവനോടെ ശേഷിക്കുന്നവരായ വിശുദ്ധന്മാർ കറയില്ലാതെ, ചുളുക്കമില്ലാതെ, മാലിന്യമില്ലാതെ, വാട്ടമില്ലാതെ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന തിരുസഭയെ കർത്താവ് നിത്യതയിലേക്ക് ചേർക്കുകയും അവർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഈ ഭൂമിമേൽ ന്യായവിധി അരങ്ങേറുന്ന മഹോപദ്രവത്തിൻ്റെ തീച്ചൂളയിൽ ജനം ഭീകരമാമണ്ണം ന്യായം വിധിക്കപ്പെടുന്ന 7 വർഷങ്ങൾ പ്രാണനാഥൻ്റെ പൊന്മുഖം കണ്ടുകൊണ്ട് സ്വർഗീയ മണിയറയിൽ ആനന്ദിക്കും എന്നുള്ളത് വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനമായ പ്രത്യാശയും പ്രതീക്ഷയും ആണ്. വീശിയൊഴിക്കപ്പെടുന്ന ക്രോധകലശങ്ങളും ഇവിടെ ഊതുന്ന കാഹളങ്ങളും പൊട്ടിക്കുവിടുന്ന മുദ്രകളും 3/21 വിധ ന്യായവിധിയിൽ അന്തിക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ ഭീകരതയിൽ ഈ ലോകം വെന്തെരിയുമ്പോൾ ഇന്ന് പഴിയും ദുഷിയും നിന്ദകളും ഏറ്റ് പ്രാണനാഥനെ ആരാധിക്കുന്ന തിരുസഭ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കും, മണിയറവാസത്തിൻ്റെ മനോഹാരിതയിൽ സന്തോഷിക്കും എന്നത് വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനമായ പ്രത്യാശയാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. 7 വർഷങ്ങളിലെ കർത്താവ് ഒരുക്കുന്ന മനോഹരമായ മണിയറവാസക്കാലത്ത് ഈ ഭൂമിമേൽ മഹോപദ്രവത്തിൻ്റെ ന്യായവിധി ഭയാനകമാമണ്ണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാൻ യോഗ്യതയില്ലാതെ പോകുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ അതികഠിനമായ ക്രോധാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതിന് ഒരുക്കപ്പെടുന്ന വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഇവിടെ കർത്താവിനെ സ്നേഹിച്ച് പാപലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 9 അടി നീളവും 84 കിലോ തൂക്കവുമുള്ളൊരു പച്ച പൈൻമരക്കുരിശുമെടുത്ത് വീണും എഴുന്നേറ്റും വെച്ചും വിറച്ചും കാൽവറിയുടെ മലമുകളിലേക്ക് നടന്നുപോയി മാനവകുലത്തിൻ്റെ മുഴുവനും പാപം സ്വന്തം തോളിലേറ്റുവാങ്ങിയ പ്രിയപുത്രനായ കർത്താവിനെ അംഗീകരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നത്. പാപം ചെയ്തില്ല എന്നുള്ള കാരണത്തെക്കാളുപരി ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു എന്ന കാരണം കൊണ്ട്, ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് സകല മനുഷ്യനും തള്ളപ്പെട്ടു പോകും. അത് വേദപുസ്തകം പറയുന്നു. പത്മോസിൻ്റെ കരിമ്പാറക്കെട്ടുകളിൽ പ്രാണനാഥൻ്റെ മാറോട് ചാരിയ യോഹന്നാൻ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായി വിശദമാക്കുന്ന ദൈവിക വെളിപ്പാടുകളുടെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ ലോകത്തിന്മേൽ വന്നുഭവിക്കുവാനുള്ള സർവശക്തൻ്റെ പദ്ധതികൾ ദൈവം തൻ്റെ പ്രിയ ശിഷ്യന് മറനീക്കി കാണിച്ചത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ലോകത്തിലെ സകല ആളുകളെയും ഒറ്റ ക്യൂവിൽ നിർത്തിക്കൊണ്ട് ദൈവം ന്യായം വിധിക്കുന്ന വലിയൊരു ന്യായവിധിയുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോക ജീവിതം കൊണ്ട് സകലതും അസ്തമിക്കുന്നില്ല. ഏറ്റവും അധികം രത്നശേഖരങ്ങളുടെ ഉടമയായ ബ്രൂണയുടെ സുൽത്താനാണെങ്കിലും, ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റാണെങ്കിലും, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയായ സോഫ്റ്റ്വെയർ സാമ്രാജ്യത്തിൻ്റെ അധിപൻ ബിൽഗേറ്റ്സോ ടാറ്റയോ ബെർലയോ അംബാനിയോ ഈ ഭൂമിയിൽ മനോഹരമായ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ഏതുന്നതനാണെങ്കിലും, ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധിപന്മാരുൾപ്പെടെ സകല ആളുകളും ഇരിക്കുവാനിടമില്ലാതെ വണ്ണം ഒരു ദൈവിക ന്യായവിധിയുടെ മുമ്പാകെ നിന്നേ മതിയാകൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെക്കാളുപരി അവിടെ പരിശോധിക്കപ്പെടുന്നത് ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന പരമമായ യാഥാർത്ഥ്യമാണ്. ആ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ യേശു കർത്താവിനാൽ മാത്രമേ എഴുതപ്പെടുകയുള്ളൂ എന്നതുകൊണ്ട് അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയത്തിൽ കർത്താവിനെ അംഗീകരിച്ച് നമുക്ക് വേണ്ടി കാൽവറിയുടെ മലമുകളിൽ അവസാനതുള്ളി രക്തം വരെ ഊറ്റിത്തന്ന പ്രാണനാഥനായ കർത്താവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിന് തയ്യാറാകുന്നവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അങ്ങനെ പേരില്ലാത്ത സകല ആളുകളും ദൈവിക ന്യായവിധിയിലേക്ക് തള്ളപ്പെടും. അതെത്രയോ ഭയാനകമായ കാര്യമാണ്. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉള്ളതുപോലെ തന്നെ നരകത്തിലും അനേക ഭയാനകമായ ഭീകരതയുടെ ഇടങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നു. പ്രാണനാഥന് വേണ്ടി ഈ ഭൂമിയിൽ നിന്ദകളും കഷ്ടതകളും ഏറ്റുവാങ്ങി 1-ാം നൂറ്റാണ്ടിന് ശേഷം ഞാൻ വിശ്വസിക്കുന്നതിന് വേണ്ടി ജീവരക്തമൊഴുക്കുമെന്ന് വാക്ക് പറഞ്ഞ് അതിനുവേണ്ടി സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ
തൻ്റെ ഇടത്തോടുകൂടെ ജീവൻ്റെ അവസാനതുള്ളി രക്തം വരെ ഈ മണ്ണിലൊഴിച്ച് രക്തസാക്ഷികളായ 12.5 കോടി രക്തസാക്ഷികൾ ദൈവസഭയ്ക്കുണ്ട്. വിശ്വാസത്തിൻ്റെ മാർഗം ധൈര്യത്തോടെ മുന്നേറുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മാർഗമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏറെയുണ്ടെങ്കിലും പ്രാർത്ഥനാപരമായൊരു ജീവിതത്തിനുടമയായി നിന്നാൽ സകലവിധ നന്മകളാലും നമ്മെ ആശീർവദിക്കുന്ന ദൈവത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ, രക്തസാക്ഷിയായ സ്തേഫാനോസ് ഉൾപ്പെടെ, പ്രാണനാഥന് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെട്ട പത്രോസ് ഉൾപ്പെടെ സകല ദൈവമക്കളും നിൽക്കുന്ന ഇടമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ. ഇന്നിവിടെ ഏറ്റുവാങ്ങുന്ന നിന്ദയ്ക്കും പീഡകൾക്കും പരിഹാസങ്ങൾക്കും, ഇന്നിവിടെ ആരാധിക്കുന്നതിനും ദൈവനാമത്തിനു വേണ്ടി ചെലവഴിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമെല്ലാം തക്കവണ്ണം ഒരു പ്രതിഫലം നൽകി ആദരിക്കുന്ന മനോഹരമായ ദിവസമുണ്ടെന്നുള്ള തിരിച്ചറിവ് എത്രയോ ആനന്ദകരമാണ്. ഈ ഭൂമിയിൽ ഒരു അംഗീകാരവും ഒരു അവാർഡും ഇവിടെ ആരും ആദരിച്ചില്ലെങ്കിലും, ഇവിടെ പേരച്ചടിച്ചൊരു വാർത്തകൾ വന്നില്ലെങ്കിലും, ഇവിടെ ഫോട്ടോ വെച്ചൊരു ചിത്രം പ്രസിദ്ധമാക്കിയ യാതൊരു മാധ്യമങ്ങളിലും വന്നില്ലെങ്കിലും, പ്രാണനാഥന് വേണ്ടി മുഴങ്കാലുമടക്കി ആരാധിക്കുന്ന സകല ദൈവമക്കളെയും ആദരിക്കുന്ന മനോഹരമായൊരു സമ്മേളനമുണ്ടെന്ന തിരിച്ചറിവ് ഭക്തർക്കെത്ര സന്തോഷപ്രദമാണ്. ആയതിലേക്ക് സർവശക്തനായ ദൈവം സകലരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Na 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 na. Grow all the way. Na 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 na. Your world is in our hands. Na 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 na. Your world is in our hands. Care is divine. We promote it with a heart. Badr Al Samad Group of Hospitals. Modern healthcare, human care. പരമോന്നതനും നിത്യനുമായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ ദൈവനാമഹത്വത്തിനായി നിർത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശം, സകല ദേശത്തിൻ്റെയും മഹത്വമായിരിക്കുന്ന ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നു. ദൈവം നോക്കി വെച്ചിരിക്കുന്ന ദേശത്തിലേക്ക് ഹല്ലേലൂയ, രാത്രിയിൽ അത്ഭുത സ്തംഭവും പകൽ മേഘസ്തംഭവുമായി ഭക്തനെ നടത്തുന്ന ഒരു ദൈവം, ഓരോ ദിവസവും അത്ഭുതങ്ങളും അടയാളങ്ങളും, അസാധ്യങ്ങൾ അസാധ്യമെന്ന് ഹല്ലേലൂയ ശത്രു വാദിച്ചിരിക്കുന്ന സമസ്ത മേഖലകളിലും വിജയം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുന്ന ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നു. മോശയെ നായകനാക്കി നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ, അതിനുശേഷം യോശുവനെ നായകനാക്കി നിർത്തിക്കൊണ്ട് കനാൻ ദേശത്തേക്കുള്ള ആ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള ഒരു യാത്ര, അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ടുള്ളൊരു യാത്ര. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കനാൻ ദേശത്തിലെത്തിയവരോ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായിരുന്നു. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർ അവിടെ എത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തെ ധ്യാനിക്കുന്ന യോശു അവിടെ എത്തി. ഹല്ലേലൂയ, കാലേബ് പറയുന്നു, അനാക്കിനെയും 3 പുത്രന്മാരെയും പുറത്താക്കിയത് ഞാൻ അവനോട് പറ്റിയിരുന്നത് കൊണ്ടാണ്. എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ദൈവവചനങ്ങളാൽ ദൈവമേ, ഏഴയായിരിക്കുന്ന എന്നെയും ഹല്ലേലൂയ 1982 ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയ വേദപുസ്തകത്തിൻ്റെ ഒരു വരിയെ പോലും അറിയാത്ത ഒരു മനുഷ്യനെ ഹല്ലേലൂയ ദൈവം ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്കലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഞാൻ യാബോക്കിന്റെ കടവിൽ ഞാൻ വീഴുകയായിരുന്നു. അത്യുന്നതനായ ബലമുള്ള കരത്തിനെ ഞാൻ കാണുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കയ്യിലേക്കും ഒരു ചുവപ്പ് ഹല്ലേലൂയ എൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു ബൈബിൾ എത്തുന്നു. ഹല്ലേലൂയ, രാഷ്ട്രീയവാദത്തിനായി ഞാൻ അവിടെ ചെന്നതായിരുന്നു. വിശദമായ കാര്യങ്ങളിലേക്ക് പറയുവാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി എന്നോട് സംസാരിച്ചൊരു വചനമാണ് എൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചത്. യാബോക്കിന്റെ കടവിൽ നിന്ന് അന്ന് രാത്രി ഞാൻ നിലവിളിച്ചു, നീ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല.
റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം ഞാൻ ഇന്നും അത് ഓർക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ശരീരത്തെ ആകെ വ്യാപരിച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. റോമാലേഖനം ഓരോ അധ്യായങ്ങളും എൻ്റെ ശരീരവുമായി ഹല്ലേലൂയ ബന്ധപ്പെട്ടു തുടങ്ങി. 8-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഞാൻ കണ്ടെത്തി, എന്നിൽ വസിക്കുന്ന പകയ്ക്കുന്ന ആത്മാവിൻ്റെ പ്രമാണത്തെ, ആ നികൃഷ്ട ബുദ്ധിയെ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, പകയ്ക്കുന്നതത്രേ. പകയ്ക്കുന്ന ആത്മാവിൻ്റെ പ്രമാണത്തെ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ മോശയോട് വാദിച്ചു നിന്ന് കനാൻ ദേശത്തിൽ പട്ടുപോയിരിക്കുന്ന പ്രമാണത്തെ, ആകാശത്തിൻ്റെ കീഴെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാതെ അന്നും ഇന്നും ഹല്ലേലൂയ ജനം കഷ്ടപ്പെടുന്ന ആ പകയ്ക്കുന്ന ആത്മാവിൻ്റെ പ്രമാണത്തെ ദൈവത്തിൻ്റെ സ്തോത്രം അത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. പാരമ്പര്യങ്ങൾ നൽകിയതായിരുന്നു അത്. തലമുറകൾ കാലാകാലങ്ങളിൽ നിന്ന് വന്ന് മനുഷ്യരെ വ്യാപിച്ചിരിക്കുന്നു. പൗലോസ് അത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എബ്രായ ലേഖനം പറയുന്നു, ഹല്ലേലൂയ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവിധങ്ങളും മാനുഷികമായിരിക്കുന്ന ജഡിക ചിന്താഗതികളെ ഓരോന്നായി ഞാൻ മാറ്റുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ വചനം വീണ്ടും എന്നോട് സംസാരിച്ചു തുടങ്ങി. ഏത് പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഡെവറേഷൻ വരെയുള്ള വചനങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു അവസാന കാലഘട്ടങ്ങളിലേക്ക്. അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ തന്നെ ഞാൻ അറിയുന്നു, മിണ്ടാതിരുന്നു ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മിണ്ടാതെ ഇരുന്നു കൊണ്ട് എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കും, വചനമാണ് എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്, വചനമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മെസൊപ്പൊട്ടാമിയയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് 12-ാം അധ്യായത്തിൽ അവന് 7ഓളം അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ദൈവം 14-ാം അധ്യായത്തിൽ അവനെ എത്തിച്ചിരിക്കുന്നത് ഒരു ബഹുസമ്പന്നനായിട്ടാണ്. 15-ാം അധ്യായത്തിൽ അബ്രഹാം വീണ്ടും അവന്റെ ശരീരത്തിൽ വിഗ്രഹം പണിയുവാൻ തുടങ്ങിയെന്ന് ഞങ്ങൾ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് അവിടെ അബ്രഹാം പണിത വിഗ്രഹം? അബ്രഹാം അവന്റെ ഹൃദയത്തിൽ വിഗ്രഹം പണിയുകയായിരുന്നു. ഞാൻ മരിക്കും, സാറ മരിക്കും, എലിയാസർ മരിക്കും, അതിനുശേഷം ശൂന്യം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഇഷ്ടപ്പെടാത്ത വിധം ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഇഷ്ടപ്പെടാത്ത ഏക കാര്യമായിരുന്നു ദൈവ വിളി കേട്ടിരിക്കുന്ന അബ്രഹാം ഹല്ലേലൂയ ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ തന്നിൽ ഏകാഗ്രഹിതരായിരിക്കുന്നവരിൽ തന്നെ താൻ ബലവാൻ എന്ന് കാണിപ്പാൻ ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണത് കണ്ടു. ദൈവം അബ്രഹാമിന്റെ മുമ്പിലേക്ക് വന്ന് അവനെ പുറത്തിറക്കി. ഹല്ലേലൂയ. അവന്റെ ചിന്താഗതിയിൽ നിന്ന് പുറത്തിറക്കി. ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവത്തിന് ആ മഹാശക്തിയെ കണ്ടുകൂട്ടിക്കൊണ്ട് ഈ മരുഭൂവാസം ഈ 1982 മുതൽ ഇന്നത്തെ ദിവസം വരെ ഹല്ലേലൂയ ആ ശക്തിയുടെ ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ പത്രോസ് പറയുന്നു, താണിരിപ്പിൻ, നിർബന്ധരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ. ആ ഇരുന്നിരിക്കുവാൻ എന്നെ നിർത്തിയ ഈ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നാട് ഹല്ലേലൂയ കേരളത്തിൽ പയ്യന്നൂരിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 10 കൊല്ലത്തോളം ഹൈദരാബാദിൽ നിന്നു. അതിനുശേഷം ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ദൈവത്തിന് എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇത്രത്തോളം എന്നെ നടത്തി. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ യഹോവ പരമോന്നതനായി അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ ദൈവത്തിന് സമാധാനത്തിൻ്റെ സുവിശേഷവുമായി ഹല്ലേലൂയ ലോകത്തേക്ക് അറിയിക്കുന്നു. ഹല്ലേലൂയ. അതിനായി ആ കൃപയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ചതിനായി ഹല്ലേലൂയ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടിയനെ തന്നെ ഹല്ലേലൂയ അത്ഭുതങ്ങൾ, ആ മഹിമകളുടെ സാക്ഷ്യങ്ങൾ വർണ്ണിക്കുവാൻ ഏറെ സമയം വേണ്ടി വരും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സെറുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. സകല വിധത്തിലുള്ള പ്രശ്നങ്ങളും അസാധ്യം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ അത് സമഭൂമിയായി തീരുകയാണ്. കളപ്പുരയിൽ വിത്ത് കിടക്കുന്നു, മാതളം തളിർക്കുന്നില്ല, മുന്തിരിവള്ളികൾ ഫലം കായ്ക്കുന്നില്ല. എൻ്റെ മുമ്പിൽ പ്രതികൂലങ്ങളായി അനവധി കാര്യങ്ങളുള്ളപ്പോൾ ദൈവം അത്ഭുതകരമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഓരോ ദിവസവും ആ മഹിമ കണ്ട സാക്ഷികളായി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരാത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് അതിൻ്റെതായ സമാധാനം, ഹല്ലേലൂയ, സമാധാനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. യഹോവേ എന്ന് നിർഭയം വസിക്കുമാറാകുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ നിന്നപ്പോൾ ദാവീദ് പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദീർഘകാലം എന്നിവിടെ ആ നന്മകളെ
കരുണകളും ഓരോന്നായി ഞാൻ കണ്ടുകൊണ്ട് എന്നെ എൻ്റെ ഹല്ലേലൂയ ദൈവം എന്നെ ഇവിടെ നിർത്തി. ആ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കൃപ ഹല്ലേലൂയ എന്നെ ആ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ എന്നെ ദൈവം നിർത്തി. ഓരോ ദിവസവും എൻ്റെ മകനെയും ഹല്ലേലൂയ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സത്യസുവിശേഷത്തിൻ്റെ മർമ്മങ്ങളെ ഹല്ലേലൂയ ദൈവം പറയുന്നു ഹല്ലേലൂയ ഈ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങളെ ലോകത്തെ അറിയിക്കുവാൻ അടിയൻ്റെ നാവിലേലും ദൈവത്തിൻ്റെ ആ വചനങ്ങൾ ദൈവം നിറച്ചിരിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടെ നിർത്തി ഹല്ലേലൂയ രണ്ടുപേരും ദൈവനാമത്തിൽ സാക്ഷ്യം പറയുവാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിനായി ഞാൻ ഒന്നുകൂടി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ കരത്തെ വർണ്ണിക്കുവാൻ ഹല്ലേലൂയ എത്ര ദിവസങ്ങളും ഹല്ലേലൂയ എത്ര വർഷങ്ങളും ഹല്ലേലൂയ അത് തീരില്ല. അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിന് അസാധ്യമെന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്ന എല്ലാ വിഷയങ്ങളിലും രാജാക്കന്മാർ പ്രാർത്ഥിച്ചപ്പോൾ യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് ദൈവം പറയുന്ന വചനം എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ വായിച്ചു ധ്യാനിച്ച വചനങ്ങളാണ്. കാറ്റ് നീ കാണുകയില്ല, മഴ നീ കാണുകയില്ല, നിന്റെ സമസ്ത മേഖലകളിൽ നിന്ന് പ്രതികൂലമായി കാണുന്നു. ഈ ലോകത്തിന്റെ നിയമങ്ങളെ നോക്കാതെ, ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങളെയും നോക്കാതെ ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ വരണ്ട ഭൂമിയിൽ നീ ഒരു കുഴി കുഴിക്കുക. നിന്റെ ജീവജലം നിനക്കത് കിട്ടും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകൃപയിൽ ഹല്ലേലൂയ ഓരോ ദിവസവും അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായി വിശ്വസിക്കുന്നവരോട് കൂടെ നടക്കുന്ന ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് കൃപകളായി ഏഴുകൾക്ക് കിട്ടിയ കൃപയോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നീതിയെ അരുളി ചെയ്യുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം, അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന ആ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഈ മരുഭൂമിയിൽ അടിയങ്ങൾക്ക് കിട്ടിയ മഹാകൃപക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് വഴിയിലെല്ലാം ദുർഘടങ്ങളെ നിരപ്പാക്കിക്കൊണ്ട് ഹല്ലേലൂയ പാരമ്പര്യ ചിന്താഗതിക്കപ്പുറമായി ഹല്ലേലൂയ കർത്താവ് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നു അബ്രഹാം മരിച്ചു, ഞങ്ങളും മരിക്കും. പക്ഷെ കർത്താവിന് പറയാനുള്ളത് എൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവൻ ജീവിക്കും. ഹല്ലേലൂയ പാരമ്പര്യത്തിൽ നിന്ന് പുറപ്പെടാതെ ആ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി, ആ ദൈവനാമത്തെ പറ്റി, അത്യുന്നതനായ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് ആ നാമത്തെ തത്വത്തിന്റെ ബഹുലോസ്ലിഹ പറയുന്നത് പോലെ ആ തത്വത്തിന്റെ മുദ്രയെ, ആ തേജസ്സിന്റെ പ്രഭയെ പൂർവികർക്ക് വെളിപ്പെടുത്താത്തതും ഇപ്പോൾ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയതുമായ ആ മഹത്വത്തിന്റെ മഹിമാതരത്തെ, ആ മർമ്മത്തിന്റെ മഹിമാതരത്തെ എല്ലാറ്റിലും എല്ലാം കൊണ്ട് നിറക്കുന്നവന്റെ നിറവായ ക്രിസ്തുവിനെ, ആ വലതുഭാഗത്തെ പ്രമോദത്തെ, ജഡാവതരണം ചെയ്തിരിക്കുന്ന നിത്യവചനത്തെ ഹല്ലേലൂയ അവർക്ക് കണ്ണു തുറക്കുവാൻ പറ്റിയില്ല. അവർ ദൈവത്തെ കണ്ണു തുറക്കുന്നില്ല. ദമസ്കോസിന്റെ പടിവാതിലേക്ക് വീഴ്ത്തിയതിനു ശേഷമാണ് ഹല്ലേലൂയ പൗലോസിക പറയുന്നു, ഞാൻ മരുഭൂമിയിൽ കടന്ന് എന്നെ വീഴ്ത്തിയവൻ എന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി മൂന്നാം സ്വർഗം വരെ എത്തിച്ചു എന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് അന്ന് ജഡത്തിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ എനിക്ക് പ്രശംസിക്കുവാൻ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ പ്രശംസയെല്ലാം ചവറ് എന്ന് ഞാൻ ഇടുന്നു. ആ ലഹരിയിൽ, ആ അത്യുന്നതമായ ദൈവത്തിന്റെ കൃപയിൽ, ആ കരുണയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഏത് പ്രതികൂലങ്ങളെയും ഞാൻ നോക്കുന്നില്ല. ഞാൻ കണ്ടിരിക്കുന്ന ദൈവത്തെ വളരെ ശക്തമായി ഇവിടെ വെച്ച് പറയുവാനും ദൈവം എനിക്ക് അതിൻ്റെതായ ശക്തി തന്നിരിക്കുന്നു. ആ കൃപയിൽ എന്നെ നിർത്തിയിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് യഹൂദാഗൃഹത്തിന്റെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേറിലേക്ക് കൊടുത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്നും ഈ മസ്കറ്റിലല്ല, ലോകത്തിന്റെ വിശ്വസിച്ചവന്റെ മുഖത്തേക്കും അവന്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഏത് വ്യക്തിയും യഹോവയാം ദൈവത്തിൽ കർത്താവിന്റെ നാമത്തിൽ സമർപ്പിക്കുമ്പോൾ അബോധേദോമിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം, അവന്റെ വീട്ടിൽ പെട്ടകത്തിന് മുമ്പിൽ 68 സഹോദരന്മാരും യഹോവേദോമും കൂടി ധ്യാനിച്ചപ്പോൾ അവന്റെ വീട്ടിൽ 90 ദിവസം കൊണ്ട് കിട്ടിയ കൃപ എലി പ്രവാചകന് കിട്ടാത്തത്, ശൗൽ രാജാവിന് കിട്ടാത്തത്, അബീനദാബിന് കിട്ടാത്തത് അബേദേദോമിന് കിട്ടി. അവനിതാ പെട്ടകത്തിന്റെ വാതിൽക്കാവൽക്കാരനായി നിർമ്മിച്ചിരിക്കുന്നു. ദൈവത്തിന് ഹല്ലേലൂയ എനിക്ക് കനിവ് തോന്നേണ്ടവരോട് കനിവ്, എനിക്ക് കരുണ തോന്നേണ്ടവരോട് കരുണ. ഇതാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഒന്നുകൂടി സമർപ്പിക്കുന്നു. വചനങ്ങളാൽ ഞാൻ എന്നെ ഒന്നുകൂടി സമർപ്പിക്കുന്നു. ഈ ദൈവനാമ മഹത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് സകല പാരമ്പര്യ ചിന്താഗതികളെയും മാറ്റിക്കൊണ്ട് ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ ആദ്യം മുതൽ ഇന്നത്തെ ദിവസം വരെ ഭക്തനോടുകൂടി നടക്കുന്ന ആ തിരുസാന്നിധ്യത്തെ അറിയുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമേ, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. ഹല്ലേലൂയ. അകലാതയകലുന്ന സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നമ്പരം,
അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ, അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ.